ഇനിയും എത്ര നാൾ കാത്തിരിക്കണം എന്ന ആശങ്കയിലാണ് പ്രവാസികൾ ഉടലെടുക്കുന്നത്. ഇന്ത്യയിൽ കൊറോണ വ്യാപനം ദിനംപ്രതി ക്രമാതീതമായി കുറയുകയാണ്. രണ്ടാം തരംഗം നൽകിയ ആശങ്കകൾ ഒഴിയുന്നില്ല. ഈ ആശ്വാസം പ്രവാസികൾക്കുണ്ട്. എങ്കിലും ഗൾഫ് രാഷ്ട്രങ്ങൾ വിലക്ക് നീട്ടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൾഫ് വിമാന സർവീസ് പുനരാരംഭിക്കാത്തതിൽ പ്രവാസികൾ തികച്ചും അസ്വസ്ഥരാണ്. 10 ലക്ഷത്തിലേറെ മലയാളികളാണ് കോവിഡുമായി ബന്ധപ്പെട്ട് നാട്ടിൽ എത്തിച്ചേർന്നത്. ഭൂരിഭാഗവും തിരിച്ചു പോകാനാകാതെ കുഴങ്ങിയിരിക്കുകയാണ്. ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും മാത്രമാണ് ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന സർവീസുകൾ ഉള്ളത്. അതും കടുത്ത നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ കൂടുതൽ പേർ തൊഴിലെടുക്കുന്ന സൗദി, UAE, കുവൈറ്റ്, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊന്നും ഇന്ത്യയിൽ നിന്ന് സർവീസില്ല. ഈ രാഷ്ട്രങ്ങളിൽ തൊഴിലെടുക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വിമാന സർവീസ് പുനരാരംഭിക്കാത്ത കടുത്ത ആശങ്കയിലാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രശ്നമായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് വിഷയത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. പ്രവാസികളും സന്നദ്ധ സംഘടനകളും മുറവിളി കൂട്ടിയിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. അയൽ രാജ്യങ്ങളൊക്കെയും നയതന്ത്ര ബന്ധം ഉപയോഗപ്പെടുത്തി ഗൾഫ് സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോലി നഷ്ടം ഒഴിവാക്കാൻ ലക്ഷങ്ങൾ മുടക്കി ആഫ്രിക്ക വഴിയും യൂറോപ്പ് വഴിയും ഒക്കെ ചിലർ സൗദിയിലേക്കും UAE-യിലേക്കും യാത്ര ചെയ്യുന്നുണ്ട്. ചില ട്രാവൽ ഏജൻസികൾ ഫുൾ പാക്കേജ് അനുവദിച്ചുകൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ വഴി അത്യാവശ്യക്കാരെ കൊണ്ടുപോകുന്നുമുണ്ട്. കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കി ഇങ്ങനെ പോകുന്നവർ ഈ രാജ്യങ്ങളിൽ 14 ദിവസം ക്വാറന്റൈനിൽ നിന്ന ശേഷമേ കണക്ഷൻ വിമാനത്തിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അവിടെ എത്തിയാൽ തുടർന്നും 7 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. യാത്രയ്ക്കും ക്വാറന്റൈനുമായി 3 ലക്ഷത്തോളം രൂപയെങ്കിലും ചിലവ് വരുമെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. എന്നിട്ടും മറ്റു ഗതിയില്ലാത്തതിനാൽ ഈ കടമകളൊക്കെ കടന്ന് ജോലി സ്ഥലത്തെത്താൻ പലരും നെട്ടോട്ടത്തിലാണ്. ഇതെല്ലാം അവസാനിക്കണമെങ്കിൽ സർക്കാർ ഇടപെടണം എന്നതാണ് പ്രവാസികൾ ഒന്നടങ്കം പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.